ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ലേറ്റ് ആണല്ലോ. മിക്കവാറും ബോസിനെ പറഞ്ഞു വിടുന്ന തോന്നണേ. ബോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിന്നെ ബോസ് എന്തിനോ തിരക്കിയായിരുന്നു. എന്തിന് പറഞ്ഞു വിടാനാ? അല്ല, ന്യൂ ജോയിൻ വന്നിട്ടുണ്ട്, അതിൻ്റെ കാര്യം പറയാനാ തോന്നുന്നു. എനിക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ മാം വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതാണ് സാൻഡ്ര, നമ്മുടെ ന്യൂ ജോയിനാണ്. അപ്പോൾ ഇന്ന് തൊട്ട് ജോയിൻ ചെയ്യാണ് ആള്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സാൻഡ്ര, ഇതാണ് വർഷ. ആളിവിടെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തരും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വർഷ എന്നോട് ചോദിച്ചാൽ മതി. ഹായ്. എന്താടി, എന്താ പറ്റിയേ? ഒരു മൂഡ് ഓഫ് പോലെ. ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒന്നുമില്ലാത്തൊന്നുമില്ല. ഇത്രയും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ പറ്റിയേ? എടാ, ഇവിടെ അടുത്തെങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ടോ? സ്പോട്ട് ഉണ്ട്, പക്ഷെ കുറച്ച് ദൂരെ. വർഷ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നുണ്ടല്ലോ, അവളെ കൂടെ പോയിക്കോ. ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് അന്ന് പുറത്തു പോകണം. എന്ത് ചാടടി നിനക്ക്? അവൾക്ക് അറിയാത്തോണ്ടല്ലേ. തൃശ്ശി, നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരും, എനിക്ക് പുറത്ത് പോകണം. എന്നാ നമുക്കൊരുമിച്ചോ. ആമ്മേ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ശരി, ബൈ. വന്നപ്പോ തൊട്ട് നീ ആ കൊച്ചിനെ റാഗ് ചെയ്യാണല്ലോ, എന്താ കാര്യം? നിന്റെ പ്രശ്നം എന്താ? എടി, അതൊരു പാവ കൊച്ചാ, നീ എന്റെ റാഗ് ചെയ്യാൻ പോകണ്ട. പിന്നെ ഉണ്ടല്ലോ, അവളിവിടെ അരവിന്ദ് ആക്ഷനിൽ എൻ്റെ റൂം എടുത്ത്, നീ പോകുമ്പോൾ ഒന്ന് അവൾക്ക് വഴി കാണിച്ചു കൊടുത്തരും. എന്താ ദൃശ്യ നിന്റെ പ്രശ്നം? അവളുടെ കാര്യം നോക്കാൻ അവൾക്ക് അറിഞ്ഞൂടെ? നീ അവളുടെ ഗാർഡിയനാ? എനിക്കൊന്നും പറ്റത്തില്ല. ഇത്ര പ്രായമുള്ള ആളല്ലേ, സ്വന്തം കാര്യം സ്വയം നോക്കട്ടെ. അവൾക്ക് വഴി അറിയാത്തോണ്ട് ഹെൽപ്പ് ചെയ്യണമെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. നിനക്കതിന് വയ്യെങ്കിൽ നീ അത് പറ. എനിക്കൊരു എക്സ്ട്രാ അരമണിക്കൂർ ആവുന്നല്ലേ ഉള്ളൂ, അത് ഞാൻ നോക്കിക്കോളാം. എടി, അവളെന്തോ തിരക്കില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല, കുഴപ്പമില്ല, ഞാൻ വിട്ടേക്കാം. അയ്യോ, ഞാനേ വണ്ടിയുടെ കീ എടുക്കാൻ മറന്നു. നിങ്ങൾ നടന്നോ? ഇതാ വഴി, ഇവിടെ നിന്ന് നേരെ പോയാൽ മതി. ശരി. വർഷ, എനിക്ക് നിന്നോട് സംസാരിക്കണം. നമുക്ക് എവിടെ ഇരുന്ന് സംസാരിച്ചാലോ? വർഷ, എത്ര കൊല്ലായി നമ്മൾ മര്യാദക്കൊന്ന് സംസാരിച്ചിട്ട്? ഇതാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യുന്നു? നിനക്കിത് പറയാൻ എളുപ്പമാണ് ചാണ്ടി. സഫർ ചെയ്ത് മുഴുവൻ ഞാനാണല്ലോ. എൻ്റെ 2 കൊല്ലമാണ് നിങ്ങൾ പറഞ്ഞ പോലെ. എടി, നിനക്കെങ്കിലും എൻ്റെ അടുത്തൊരു വാക്ക് പറയായിരുന്നില്ലേ? നിങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്ന് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കതിന് പുറത്തു വരാൻ കുറച്ചുകൂടി എളുപ്പമായിന്. ഇപ്പം ഒന്നും പറയാതെ എന്തിനാ എന്നെ വെറുതെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിട്ടെ? ശരിക്കും ഞാനും രാഹുലൊക്കെ തമ്മിൽ എന്തായിരുന്നു? എൻ്റെ തലയിൽ മാത്രമായിരുന്നു അതൊരു റിലേഷൻഷിപ്പ്. ഇതിൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവൻ നിന്നോടെല്ലാം സംസാരിക്കുന്ന രീതിയിൽ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ പൊട്ടബുദ്ധിക്ക് എല്ലാം വിശ്വസിക്കുകയും ചെയ്തു. നിങ്ങൾ സംസാരിച്ച് ഫിഗർ ഔട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞങ്ങൾ ആ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എടി, സത്യം പറഞ്ഞാൽ എനിക്കിതിന് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കാതെ വിളിക്കാതിരുന്നത്. ചിലപ്പോൾ ഞാനൊരു പ്രാവശ്യം നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു അല്ലേ? എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, എനിക്കതിൽ ഇനി ഇടപെടാൻ താല്പര്യമില്ല. എനിക്കെന്തായാലും ടൈം വേണം ചാണ്ടി. എനിക്ക് പെട്ടെന്ന് അതിന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് മനസ്സിലാവും. ഇന്ന് ടൈം എടുത്തോ. പിന്നെ രാവിലെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ 6 മാസം മുന്നേ ബ്രേക്കപ്പായി. അവൻ കുറേ കാര്യങ്ങൾ എൻ്റെ നിന്ന് ഹൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ആ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരുന്നില്ല. എനിക്ക് പോട്ടെ, എനിക്ക് വഴി അറിയില്ല ഇനി പോവാൻ. നടക്കണം.